ലക്ഷ്മി അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒന്നും ചിന്തിക്കാതെ ആദിയെ പോലെ റാണിന്റെ മുഖത്ത് തല്ലാൻ മാത്രം ധാഷ്ട്യമുള്ള പെണ്ണാ ഞാനെന്ന്? ഇന്നലെ രാത്രി ആദിയോട് സോറി പറയണമെന്ന് പലതവണ വിചാരിച്ചതാ, പക്ഷെ പറഞ്ഞില്ല. പറയാത്തൊരിഷ്ടം മനസ്സിലെവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം. ഇഷ്ടപ്പെടുന്ന ഒരാളെ അത്തരമൊരു സാഹചര്യത്തെ കണ്ട ആരും നിയന്ത്രണം വിട്ടു പോവില്ലേ? തീർച്ചയായിട്ടും പോവും. എന്തായി മോനെ, സംസാരിച്ചോ? അപ്പാ, ഇവിടെ ഒരുപാട് കല്യാണങ്ങൾ നടക്കും. നീ ടെൻഷൻ അടിപ്പിയാതെ കാര്യം പറ. അപ്പം ധൈര്യമായിട്ട് ടെൻഷൻ അടിച്ചോ. ടെക്നോളജിയുടെ ഒരു പോക്കേ. എന്റെ കാര്യവും പോക്ക. ആ, ഈ വിളി പ്രതീക്ഷിച്ച് ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു എന്റെ മോളെ. പറയും മേഡം. ചൂണ്ടയിൽ കൊത്തുമീനെ അങ്ങോട്ട്. ഈ മീങ്ങൾക്കൊന്നും ഒരു നാണമില്ല. അതങ്ങനെ കുളിസിയും കണ്ട് വളരുന്ന മീങ്ങളല്ലേ? പത്രമൊക്കെ പിന്നെ വായിക്കാം. എന്റെ കൂടെ ഒന്ന് വന്നേ. എന്താ? ഞാൻ വേറിട്ടൊരു കാഴ്ച കാണിച്ചു തരാം. ഒന്ന് വാ. വേറിട്ട് കാഴ്ചയോ? ഇനിയിപ്പോ കുളിസീനെങ്ങാനും ആണോ? ഏയ്, അതിപ്പോ അമ്മാവനെ കൊണ്ടുപോയി കാണിക്കൂ. എന്തായാലും ഇവിടെ കിടക്കട്ടെ, ഞാൻ നോക്കിയിട്ട് വരാം. ഇങ്ങോട്ട് വന്നേ. പറയാളിയാ കണ്ടോ? ആ, എന്റെ ചന്ദ്രപതിയുടെ പ്രാർത്ഥനയുടെ ഫലമാ. എന്ത് മിന്നു ദോശ ഇടുന്നതാ? ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെ മുഴുവൻ മുട്ടിറക്കി എന്റെ മുട്ട മുഴുവൻ നീരാളിയാ. മുട്ടിറക്കാ പിന്നെ മുട്ടിനല്ലാതെ പെടലിക്ക് നീര് വരും. പ്രാർത്ഥന ഫലിച്ചു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദോശ. ലക്ഷ്മി വന്നതിന് ശേഷമാണ് മിന്നുമോൾക്ക് ഈ മാറ്റം. എല്ലാം വേസ്റ്റായി. ദോശമാവ് ഹായ്, നല്ല മുശുക്ക് മണം. നീ എന്റെ തേപ്പൊട്ടി കൊണ്ട് കയറ്റം കയറാം. ഒന്ന് വേഗം അയക്കടാ. നിന്റെ മാനേജർ ഇപ്പൊ ഒരുങ്ങി വരും. സ്വന്തം അപ്പനാണ് ഡ്രൈവർന്ന് പോലും വിചാരമില്ലാത്ത മഴക്കഴുത. ആണ് സഖി ഞാൻ വെറുമൊരു പാമ. നീ ഇവിടെ പൊട്ടനാന്നുള്ള കാര്യം മറക്കണ്ടാട്ടാ. പൊട്ടന്മാർക്ക് സംസാരിക്കാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. പാടാലോ. പാടാത്ത പൊട്ടനും പാടൂ, പാടാത്ത അയ്യോ പൊട്ടനാണേലും നല്ല താളമുണ്ട്. സാറെന്തെവിടെ? അല്ല, അന്യക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ? കൊതുകിന്റെ ശല്യം? അതിനത് കൊച്ചിയല്ലല്ലോ, കൊട്ടാരല്ലേ. വെറുതെ അല്ല, ആ ലീല നിന്റെ വലയിൽ വീണത്. കോമഡി പറയുന്നവരെ ഐശ്വര്യ റോയ്ക്ക് വരെ ഇഷ്ടാവട്ടോ. സത്യമായിട്ട് സാറേ, ഞാൻ താൻ ഒന്നും പറയണ്ട. ഇന്ന പ്രായത്തിലെ പ്രേമിക്കാവുള്ളെന്ന് ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഈ പ്രണയം എന്ന് പറയണത് വാർദ്ധക്യം ബാധിക്കാത്ത ഒരു വികാരമാണല്ലോ. സത്യം പറഞ്ഞാൽ ഞാനും ഇപ്പൊ അത്തരത്തിലൊരു ഒരു ഒരു ഇതിലാണ്. അതേന്ന് മറ്റാരുമല്ല, ലക്ഷ്മി. ലക്ഷ്മിക്ക് മിന്നുമോളോടുള്ള സ്നേഹം കാണുമ്പോ അവക്ക് അവളുടെ അമ്മയെ തിരിച്ചു കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നു. അതെ, തൽക്കാലം ഇത് മറ്റാരും അറിയണ്ട. ആന്റണി മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ ഇപ്പോ ഈ കാര്യം എന്നോട് മാത്രല്ലേ പറയാൻ പറ്റുള്ളൂ. അതെ, എന്നോട് തന്നെ പറയണം. റൈറ്റ്. നമുക്കേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. സമയമാകുമ്പോ ആന്റണി തന്നെ ലക്ഷ്മിയോടൊന്ന് സംസാരിക്കണം. ലക്ഷ്മിയോട് ഞാൻ പറയണം. എനിക്ക് നേരിട്ട് പറയാൻ ഒരു ഇതല്ലേ അതുണ്ടാവും. സ്വർഗത്തേക്കാൾ സുന്ദരം എന്റെ കർത്താവേ. ആന്യ വല്ലതും പറഞ്ഞു കാണുമോ? ചായ കൊണ്ട് വരുന്നുണ്ട്. ഇനി എങ്ങനെ ഫേസ് ചെയ്യും? എവിടെയാ തുടങ്ങേണ്ടത്? നിന്നോട് ഞാൻ ചായ ചോദിച്ചില്ലല്ലോ. അവളൊരു ചായ കൊണ്ടുവന്നു.
ലക്ഷ്മി അമ്മേ, ആദിയുടെ വീട്ടിൽ നിന്ന് ലക്ഷ്മി അമ്മ എന്തിനാ പോകുന്നത്? അത് പിന്നെ ആദിയുടെ അച്ഛനും അമ്മ എങ്ങനെയാ? കുഴപ്പക്കാരാ? അമ്മ പാവാ. അപ്പൊ അച്ഛൻ ഭീകരനാ? കണ്ടാൽ ഒരു ഭീകരനാണെന്ന് തോന്നുമെങ്കിലും ആള് പാവാ. പക്ഷേ ഈയിടെയായിട്ട് ഉള്ളിൽ എന്താണെന്ന് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവണില്ല. അത് സാരല്ല, അമ്മ ലക്ഷ്മി അമ്മയെ പോലെ ആയാ മതി. ഈ ആന്റണി ചായന്റെ ഒരു കാര്യം, എപ്പോ ഓഫീസിൽ പോകാൻ ഇറങ്ങിയാലും എന്നെ കാണണം. ഇനി ഇതുപോലത്തെ ഒരുപാട് തമാശകൾ എന്റെ അടുത്തുണ്ട്. പ്രിയാമ്മ ഞാൻ പറഞ്ഞുതരാം. ആദി, ഓ അല്ല ആദി സാർ മുന്നിലിരുന്നോട്ടെ. പിന്നിലിരുന്ന് എന്താ കുഴപ്പം? ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ആന്റണി അല്ല ചേട്ടാ? അങ്ങനെയാണല്ലോ പതിവ് സാറേ. പതിവില് പല പല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ മിന്നു? ഡ്രൈവർ വണ്ടി എടുക്കൂ. ആദി, ഇത് കണ്ടോ? ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ എടുത്ത ഫോട്ടോയാ. സ്മാർട്ട് ആണല്ലോ. എന്താ ഹോൺ അടിച്ച് പഠിക്കാ? ആരോ ഓണടിക്കാത്തൊരു ആദി, ഇത് കണ്ടോ? എനിക്ക് 1.5 വയസ്സുള്ളപ്പോ എടുത്ത ഫോട്ടോയാ. അന്നേ സുന്ദരിയാണല്ലേ. അതെ, ഈ റോഡിലൊന്നും ഒരു ഈച്ച പോലും ഇല്ല, പിന്നെ എന്തിനാ ഈ ഹോൺ അടിക്കണേ? അല്ല റോഡ് മുഴുവൻ കട്ടറാ. എന്താ ഹോൺ അടിച്ച കെട്ടണിട്ട് ഓടുവോ? നേരെ നോക്കി വണ്ടി ഓടിച്ചില്ലെങ്കിലേ വണ്ടിക്ക് വല്ല അപകടം പറ്റുമേ. അങ്ങനെ അപകടമൊന്നും വരാതിരിക്കാൻ വേണ്ടിയാ അടിക്കടി ഇങ്ങനെ ഹോൺ അടിക്കണേ. ആയിക്കോട്ടെ. അല്ല എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക, നിങ്ങൾ കുടുംബസമേതം പ്രേമിക്കാൻ വന്നിരിക്കുക? ഇവന്റെ ഒരു മോഹം നടക്കാൻ പോണില്ല. അപ്പനെ പ്രേമിച്ച് കേട്ട ഇതാണ് കുഴപ്പം. അപ്പനും മകനും തമ്മിൽ വളരെ ഫ്രാങ്ക് ആണ്, ഫ്രണ്ട്സിനെ പോലെയാണെന്നൊക്കെ പറയുകയും ചെയ്യും. മക്കൾ ആരെങ്കിലും പ്രേമിച്ചു കഴിഞ്ഞാൽ അപ്പ തന്തമാരുടെ സ്വഭാവം അതുള്ളതാ. എടാ ഇവനായിട്ട് വരുത്തി വെച്ച ഒരുപാട് കടങ്ങളുണ്ട് നാട്ടില്. അതെങ്ങനെങ്കിലും തീർക്കാൻ നോക്കേണ്ട ഒരു മുടിഞ്ഞ പ്രേമായിട്ട് നടക്കാം. ശരിയാ, നാട്ടിലെ കാര്യമൊന്നും ഞാൻ മറന്നിട്ടില്ല. അതുപോലെ തന്നെ മിന്നുവിനെ എനിക്ക് മറക്കാൻ പറ്റില്ല. അത് ന്യായം. എടാ മിന്നു വർമ്മസാറിന്റെ ഒറ്റ മോളാ. നമ്മളെ വിശ്വസിച്ച് നമുക്കൊരു ജോലി തന്ന ആ വലിയ മനുഷ്യനോട് വിശ്വാസവഞ്ചന കാണിച്ചാ ദൈവം പോലും പൊറുക്കില്ല. നമ്മുടെ എല്ലാ സത്യങ്ങളും വർമ്മസാർ അറിഞ്ഞ എന്താവുന്നെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് അവസാനമായിട്ട് പറയാ, മോനെ ഇന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ വർമ്മസാറിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് ലക്ഷ്മിയും കൂട്ടി അപ്പനിവിടെ ഇറങ്ങട്ടോ. എന്നാ നമുക്ക് കാണാം. എന്നാ കാണാടാ. സാമർത്ഥ്യം കുട്ടിക്കളിയാ, കുട്ടിക്കളി. ഇവിടെ എല്ലാവർക്കും ലൈനായി. ഈ ഒരു ചെറിയ പോസ്റ്റിലേക്ക് ഒരു കണക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ നമുക്കിവിടെ ഒരു KCB സബ്സ്റ്റേഷൻ തന്നെ തുടങ്ങായിരുന്നു. അതിവിടെയല്ല, അപ്പുറത്ത് അപ്പുറത്ത്. അത് പിന്നെ സോറി ചേട്ടാ, ചേട്ടനൊരു പൊട്ടനല്ലായിരുന്നെങ്കിൽ ഞാൻ ചേട്ടനെ തന്നെ കല്യാണം കഴിച്ചേനെ. ഞാൻ വെച്ചിട്ടുണ്ട്. എന്താടാ അവളോടൊരു കിന്നാരം? നീ എന്താ ആന്റണിച്ചിന് പഠിക്കുക? അയ്യേ, ഞാൻ അവൾ പോകാൻ കാത്തിരിക്കായിരുന്നു. മിന്നുവിന്റെ കാര്യം പറഞ്ഞ ആന്റണിച്ചനും ആദ്യം വലിയ തർക്കത്തില. കൂട്ടുകാരെ പോലായിരുന്നു അപ്പനും മോനും. ഇപ്പൊ ആനപ്പാറയിലെ അച്ചമ്മയും അഞ്ഞൂറാനേം പോലെ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണോന്നാ നീ പറയുന്നേ? ലക്ഷ്മിയമ്മ ഒന്ന് സംസാരിച്ചാൽ എല്ലാം തീരും. അപ്പൊ ഇന്ന് രാത്രി 12 മണിക്ക് നമ്മുടെ കുടുംബ മീറ്റിംഗ്. സ്ഥലം നെല്ലിക്കൽ തറവാട്, ആന്റണിച്ചന്റെ മുറി.